പിടിച്ചേട്ടാ പിടിച്ച് ശസാം പറയാൻ പിടിച്ചേട്ടാ. അങ്ങനെ ഗോൾമി ഷസാം എന്നെ എന്തോന്ന് പറഞ്ഞു. എന്തിന് അങ്ങനെ ഗോൾമി ഷസാം എന്നെ ഗോൾമിയടാ ഇതൊക്കെ വെറുതെ ഇതൊക്കെ 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 പർപ്പസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ലേ ഇവ ശരിക്കും 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 ഇതല്ല അല്ലേ ഗോളാ എന്തോന്ന് പറഞ്ഞ് അപ്പം അതെനിക്ക് കൊണ്ട് അപ്പം ഇപ്പം നാട്ടിലൊക്കെ ഇന്ന ആ ഒരു പേരിലും കൂടിയാണ് ആൾക്കാർ വിളിക്കുന്നത്. അപ്പം അതിൻ്റെ ഇത് തിരുത്തണം. അപ്പം അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള അപ്പൊ നമ്മളിപ്പം ഇതിനാണ് എന്തോ ഒരു കാര്യം തിരുത്തണം. അപ്പൊ അതാണ് ഇപ്പൊ ഇതൊരു അപരാധം അല്ല എന്നാണ് തോന്നുന്നത്. ഇതിനാണ് ഇത്രയും ഇങ്ങനായിട്ട് ഇത്രയും ഇതായിട്ട് സംസാരിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. നോക്കാം. ഷസാമണ്ണന് ഒരു മറുപടിയാണ്. അപ്പോൾ നമുക്ക് ഷസാമണ്ണൻ എന്താ പറയുന്നെന്ന് കേൾക്കാം. അയ്യോ മറ്റേ എനിക്ക് വിജയിനെ ഇപ്പോൾ പറയുമ്പോൾ വേറൊരു ചൊക്കുടിയനെയാണ് ഓർമ്മയാണ്. നമ്മളെ നാട്ടിലൊരുത്തുണ്ടടെ ഒരു വെറുപ്പിക്കണ ഒരുത്തൻ. അവൻ ഒന്നും മിണ്ടാതിരിക്കണമെന്ന് എനിക്ക് പലപ്പോഴും അവനൊന്ന് പറയാൻ. ഷസാമേ, ചൊക്കിടി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, സ്വന്തം കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ വിചാരിച്ച എനിക്ക് മാർപ്പോയി. എന്റെ തെറ്റ സോറി. അല്ലാതെ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. എന്നെ കളിയാക്കാൻ നിനക്കും ഒരു അധികാരവും ഇല്ല. അത് മനസ്സിലാക്കുക. നീ എന്ത് പറഞ്ഞ് എന്നെ ഇതാക്കുന്ന പറഞ്ഞു. നീ കാരണം ഇപ്പം എനിക്കെന്താ പറഞ്ഞാല് വിജയണ്ണൻ ഫാൻസിനും പുറമേക്ക് നിനക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു. നീ ഇറങ്ങി നടക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഇവിടെ പറയല്ലേ. നീ ഇറങ്ങി നടക്കാൻ പറ്റാത്തതിന്റെ നിന്റെ ഈ വീഡിയോ ഇടലുണ്ടല്ലോ, നിന്റെ ഈ വീഡിയോ ഇടലാണ് മെയിൻ പ്രശ്നം. നിന്റെ ഈ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിന്റെ ഈ വീഡിയോ ഇടലാണ്. ഇത് നീ എന്ന് നിർത്തും അന്ന് നന്നാവും. ഈ ചീത്തപ്പേര് മാറണം. ഇപ്പൊ ചൊക്കടിയാൻ സ്വന്തം കണ്ണാടി നോക്കിയിട്ട് സംസാരിക്കട്ടോ. അല്ല ഇനിയല്ല പറയണ്ടേ. ചൊക്കടിയെ നീ തന്നെയാണ് മനസ്സിലാക്കുക. അത് അങ്ങനെ പറയണ്ടായിരുന്നു. നമ്മളത് മോശമായിപ്പോയി. അങ്ങനെ പറയണ്ടായിരുന്നു. ഇവനെയൊക്കെ വാണോന്നാ വിളിക്കേണ്ട. വാണം പറ വാണം അങ്ങനെ അവനെ വിളിക്കേണ്ട. ഇവനെ ചൊക്കടിയെന്ന് എന്തിനു വിളിച്ചു? നിങ്ങൾ എന്തിനു വിളിച്ചു? ഈ വാണത്തിനെ എന്തിനു വിളിച്ചു നിങ്ങള്? എനിക്ക് മനസ്സിലായി. മിണ്ടാതിരിക്കണമെന്ന് എനിക്ക് പലപ്പോഴും അവനടുത്ത് പറയണമെന്നുണ്ട്. എൻ്റെ വിജയണ്ണൻ, എൻ്റെ സ്വന്തം വിജയണ്ണൻ പറഞ്ഞിട്ടൊക്കെ എടുത്തുണ്ട്. എൻ്റെ പൊന്നെ അണ്ണ ഇവിടെ എന്തൊരു ക്രിഞ്ചാടാ നീ. ഷസാമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ അണ്ണൻ എന്ന് പറഞ്ഞാല് എൻ്റെ ഏട്ടനെ പോലെ, എൻ്റെ അച്ഛനെ പോലെ, എൻ്റെ എന്താ പൊലയടി മോനെ പറയണ. ഉറച്ചില്ലടാ ഒരിടത്ത്. ഒരു വള്ളത്തിൽ കാല് ചവിട്ടറ. ഒരു വള്ളത്തില് അച്ഛനാ ചേട്ടനാ ഒന്ന് പറ. മാമനെ പോലെ ഈ സാധനമാണ് ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടുള്ളത്. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂലടാ. നിനക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പുള്ളീനെ അങ്ങനെ ഒരു എല്ലാ സ്ഥാനത്തിലാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ ക്രിഞ്ച് പറയാൻ നിന്റെ കുറെ ക്രിഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ടിക്ടോക്കിലുള്ളതൊന്നും നീ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കല്ലേ. ജനങ്ങൾ കണ്ടിട്ട് തുപ്പി എറിയാൻ പോയി. അത്രയും എന്തിനാണ് ഈ വീഡിയോ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ സ്ലോ മോഷൻ എന്നെ ഇങ്ങനെ സ്ലോ മോഷൻ ഇട്ടിരുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടാവ്? അഭിനയ നീയാണ് ഒരു സിനിമാ നടനാവണമെന്ന് പറഞ്ഞത്. പക്ഷെ സിനിമയുടെ പടിവാതിലിൽ പോലും നിനക്ക് എത്താൻ പറ്റിയില്ല. എന്നിട്ട് ആ എന്നെയാണോ കളിയാക്കുന്നത് ക്രിഞ്ച് പറഞ്ഞിട്ട്? നിന്റെ ടിക്ടോക്കിലുള്ള 8 സിനിമയും 4 ഷോർട്ട് ഫിലിം ചെയ്തിട്ടിരിക്കുകയാണ്. ചലഞ്ചിങ് സ്റ്റാർ 8 സിനിമ 4 ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ റിലീസ് ഉണ്ട്. ഇരുട്ടറയിൽ മുരട്ട് കൂത്താണ് ഫസ്റ്റ് സിനിമ അവന്റെ. കണ്ടത് അപരാധം എന്ന് പറയേണ്ടത് ക്രിഞ്ചൊന്നല്ല. അതിനും മേലെ അതിനും ബെറ്ററാണ് എന്റെ വീഡിയോ. ഞാൻ എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട്. അത് സത്യമാണ്. ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. നിന്റെ എന്റർടൈൻമെന്റ് ആണോ ഞാൻ നിന്റെ വീഡിയോ റിയാക്ട് ചെയ്യണം. സത്യം പറയാനാ നിന്റെ എന്റർടൈൻമെന്റ് ആണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യണം. നീ തരുന്നൊരു സന്തോഷം ഉണ്ടോ എനിക്ക് അതിൽ പിന്നെ ഭയങ്കര കാര്യമാണ് എനിക്ക് നിന്റെ. എന്റേതാണ് ക്രിഞ്ചിന്റെ മുകളിലുള്ള അപരാധം. ആ വിജയ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത് കണ്ടു കഴിഞ്ഞാൽ നിന്നെ വന്ന് അങ്ങനെ ഫ്ലൈറ്റ് വന്ന് നിനക്ക് ഇടി വന്നിട്ട് പോകും മനുഷ്യനെ. ഇല്ല ഇടിക്കാന്നില്ല ഒരിക്കലും. അത്രയും ഒരു ഫാനിനെ ഒരിക്കലും വിജയ് എന്ന് പറഞ്ഞ ഒരാള് ശശാം ബ്രോ ഇവനെ അത്രയും കാര്യമായിട്ടാണ് അവൻ കാണുന്നത്. പുള്ളീനെ ഒരിക്കലും ഇടിക്കൂല. ഇല്ല യവനെ കൊല്ലും. യവനെ വന്ന് ഇടിച്ചങ്ങ് കൊല്ലും. അങ്ങേര് ഉറപ്പാ.
അത് ഒരു സംശയമില്ല. അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല നിന്റെ ഒരു വീഡിയോ പോലും. കണ്ടു കഴിഞ്ഞാൽ നിന്നെ വന്ന് കൊല്ലും, സത്യം കൊല്ലും. ഒരു സംശയമില്ല മിഥുനാണ്, കൊന്നുകളെ നിന്നെ. ആ നെക്സ്റ്റ്. ആൾക്കാരെ വെറുതെ നീയൊക്കെ കാരണമാണ് അങ്ങേർക്ക് ഇത്ര ഹേറ്റേഴ്സ് ഉള്ളത്. ഓഹോ അൺബെയറബിൾ ഞാൻ പറഞ്ഞു കുറച്ചെടുത്ത് അൺസൈക്കബിൾ. കഷ്ടം തന്നെ ഷസാമ, എനിക്കിങ്ങനെ എയ്റ്റ് വാങ്ങിത്തരരുത് സത്യം പറഞ്ഞാൽ. ആരും ഹേറ്റ് കൊടുക്കല്ലേ നമ്മുടെ അണ്ണനെ. ഞാൻ കാരണം എങ്ങനെയാ വിജയണ്ണൻ എത്ര എയ്റ്റ് ഉണ്ടാവുക? അങ്ങനെയാണെങ്കിലില്ലേ ഇവിടെ അശ്വൻകൊക്കെ എത്ര പുള്ളീന്റെ നല്ല നല്ല പടങ്ങൾ കളിയാക്കുന്നത്, അതിനെ കുറിച്ചൊന്നും നീ ഒന്നും പറയുന്നില്ലല്ലോ. കാരണം നിങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അതാണ് എനിക്ക് മനസ്സിലായി. പിന്നെ വിജയണ്ണൻ ഫ്ലൈറ്റ് കയറി വന്നടിക്കുന്നത്, അങ്ങനെയാണ് അശ്വൻകോക്കിന്റെ ഒക്കെ വീട്ടില് ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്തുകൊണ്ട് എന്നിട്ട് അവന്റെ നെഞ്ചത്ത് ചവിട്ടേണ്ടതാണല്ലോ. അശ്വൻകോക്കൊക്കെ കളിയാക്കിയതൊന്നും ഇവനക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ എന്തെങ്കിലും വിജയണ്ണനെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞാലും നല്ല അഭിപ്രായം പറഞ്ഞാലും നമ്മൾ ചൊക്കിടി, നമ്മൾ ക്രിഞ്ച്, നിങ്ങൾ അടിപൊളിയാണ്. വേറൊന്നും പറയാനില്ല. ഞാൻ എന്റെ വിജയണ്ണന് വേണ്ടി ഏത് അറ്റം വരെ ഓടും. ഡൈ ഹാർട്ട് ഫാൻ, നെഞ്ചിൽ കുടിയിരിക്കും. നിന്റെ ആ നെഞ്ചാൻ കൂടി ചവിട്ടി കീറിഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ കഴിവേറി. നീ നിന്റെ വീഡിയോ, അടുത്ത വീഡിയോ നീ എന്നിടണം എൻ്റെ അടുത്തൊന്ന് പറയണം, എനിക്കൊന്ന് റിയാക്ട് ചെയ്യാനാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കും. പെട്ടെന്ന് ശാസമേ, ശരി ശാസമേ, മിഥുനെ പെട്ടെന്ന് വീഡിയോ കേട്ടാ. ഞാൻ വെയിറ്റിംഗ്.